വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സീരീസിൻ്റെ തുടർച്ചയാണ്. 2024-25 ക്വസ്റ്റ്യൻസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യുക. നമ്മൾ ധാരാളം ക്വസ്റ്റ്യൻസ് അവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 370ാമത്തെ ക്വസ്റ്റ്യൻ, ദ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ടു ബി പ്രസൻറ്റഡ് ടു ദ ഓഡിറ്റർ വിത്തിൻ. അന്ന് നമ്മൾ ആൻസർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മൾ ഒന്നുകൂടി പറയാണ് കേട്ടോ. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ടു ബി പ്രസൻറ്റഡ് ടു ദ ഓഡിറ്റർ വിത്തിൻ 15 ഡേയ്സ് ആണ് കേട്ടോ. 15 ഡേയ്സിനകമാണ് സാമ്പത്തിക വർഷം അവസാനിച്ച് 15 ഡേയ്സ് 15 ദിവസത്തിനകമാണ് എന്ത് ചെയ്യുന്നത്, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റർക്ക് മുമ്പാകെ സമർപ്പിക്കുന്നത് കേട്ടോ. The annual financial statements are to be presented to the auditor within 15 days of closure of that cooperative year. ആരാ ചെയ്യുന്നത്? കമ്മിറ്റിയാണ് ചെയ്യുന്നത് കേട്ടോ. ചീഫ് എക്സിക്യൂട്ടീവ് പ്രിപ്പയർ ചെയ്തിട്ട് കമ്മിറ്റിക്ക് സമർപ്പിക്കുന്നു. അവരാണ് എന്ത് ചെയ്യുന്നത്, അത് കൂടി തീരുമാനമെടുത്ത് അവരുടെ ഡ്യൂട്ടിയാണ് അത് ആർക്ക് മുമ്പാകെ സമർപ്പിക്കേണ്ടത്, ഓഡിറ്റർക്ക് മുമ്പാകെ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഓഡിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടൈം ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള ഒരു ചോദ്യം മിസ്സാവില്ല കേട്ടോ. അപ്പോൾ ഒന്ന് പോയി കണ്ടു നോക്കൂ, ഉപകാരപ്പെടും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയിരുന്നത് 380 വരെയാണ്. അപ്പോൾ നമ്മൾ 381 തൊട്ടിട്ടാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. 381ാമത്തെ ക്വസ്റ്റ്യൻ, എ പൊട്ടൻറ്റ് ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഓഡിറ്റേഴ്സ് ടു അസർട്ടൈൻ ദ ആക്യുറസി ഓഫ് വാരിയസ് ട്രാൻസാക്ഷൻസ് എൻറ്റേർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. ഓക്കെ, ചെക്കാണോ, വൗച്ചിങ് ആണോ, റെസീപ്റ്റ്സ് ആണോ, ബിൽസ് ആണോ? അപ്പോൾ ആരുടെ കയ്യിലത്തെയാണ്? ഓഡിറ്ററുടെ കയ്യിലത്തെയാണ്. ഓഡിറ്ററുടെ കയ്യിൽ ഉള്ള ആക്യുറസി നോക്കാനുള്ള, മറ്റ് ട്രാൻസാക്ഷൻസിൻ്റെയൊക്കെ ആക്യുറസി നോക്കാനുള്ളത് എന്ത് നോക്കിയിട്ടാണ് ആൾ തീരുമാനിക്കുക? ഇത് വാലിഡ് ആണോ, അല്ലെങ്കിൽ ഇത് ഇപ്പോൾ പ്രസൻ്റ്ലി ഉള്ളതാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്ത് നോക്കിയിട്ടാണ്? വൗച്ചർ നോക്കിയിട്ടാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഉത്തരമായിട്ട് വരുന്നത് വൗച്ചിങ് ആണ് കേട്ടോ. ഓക്കെ, a potent tool in the hands of auditors to ascertain the accuracy of various transactions entered in the books of account, vouching ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഐഡൻറ്റിഫൈ ദ വൺ ദാറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ്. ഒന്ന് ഇൻക്ലൂഡ് അല്ലാത്തതാണ്. 3-fold റിക്വസിറ്റ്സ് ഓഫ് വൗച്ചിങ്ങിൽ ഇല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. റെഗുലേഷൻസ് ഓഫ് ദ സൊസൈറ്റി, പ്രോപ്പർ സാങ്ഷൻ ബൈ ദ കോമ്പീറ്റൻറ്റ് അതോറിറ്റി, വാലിഡിറ്റി ഓഫ് ഡോക്യുമെൻ്ററി എവിഡൻസ്, പിന്നുള്ളത് ബോണാഫിഡെ ഓർ ജെന്യുവിൻ നാച്ചർ ഓഫ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേതാണ് ഇല്ലാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 3-fold റിക്വസിറ്റ്സ് ഓഫ് വൗച്ചിങ്ങിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 റിക്വസിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോപ്പർ സാങ്ഷൻ ബൈ കോമ്പീറ്റൻറ്റ് അതോറിറ്റി, വാലിഡിറ്റി ഓഫ് ഡോക്യുമെൻ്ററി എവിഡൻസ്, ബോണാഫിഡെ ഓർ ജെന്യുവിൻ നാച്ചർ ട്രാൻസാക്ഷൻ ആണ്. പ്രോപ്പറായിട്ടുള്ള അതോറിറ്റിയുടെ സാങ്ഷൻ വേണം. പിന്നെ അതുപോലെ തന്നെ ഡോക്യുമെൻ്ററി എവിഡൻസ് വളരെ ആക്യുറേറ്റ് ആയിരിക്കണം, വാലിഡേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ജെന്യുവിൻ ട്രാൻസാക്ഷൻ ആയിരിക്കണം അല്ലേ. ഉത്തമ വിശ്വാസവും അല്ലെങ്കിൽ ഉത്തമ ബോധ്യമുള്ള ട്രാൻസാക്ഷൻസ് ആയിരിക്കണം. ഇതെല്ലാം ഒരു വൗച്ചിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഘടകങ്ങളാണ്. പക്ഷേ റെഗുലേഷൻസ് ഓഫ് ദ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൗച്ചിങ്ങുമായി യാതൊരു വൗച്ചിങ്ങിന് അങ്ങനെ റെഗുലേഷൻസ് ഓഫ് ദ സൊസൈറ്റിയിൽ വൗച്ചിങ്ങിന് പ്രാധാന്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരമായിട്ട് വരും റെഗുലേഷൻസ് ഓഫ് ദ സൊസൈറ്റിയാണ്. ബാക്കി 3 പഠിച്ചിരിക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. 3-fold റിക്വസിറ്റ്സ് ഓഫ് വൗച്ചിങ്ങിൻ്റെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ കാര്യം ആരും മറക്കരുത്. മോഡൽ എക്സാം നമ്മൾ ചെയ്യുന്നുണ്ട്. മോഡൽ എക്സാം പ്ലസ് എക്സ്പെക്റ്റഡ് PYQ പ്ലസ് എക്സ്പെക്റ്റഡ് സീരീസ് ക്വസ്റ്റ്യൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ, 100 രൂപയാണ്. 20 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ കോപ്പറേറ്റീവ് ലോയും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ കോഴ്സിലാണെങ്കിൽ 500 രൂപയാണ്. 3 months ആണ്. ഓൾറെഡി ക്ലാസ് ഏകദേശം ആയതാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ജോയിൻ ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട്. അടുത്ത ചോദ്യം, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട് മാനേജ്ഡ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ. ആരാണ് മാനേജ് ചെയ്യുന്നതും അഡ്മിനിസ്റ്റർ ചെയ്യുന്നതും എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. RBI ആണോ, NCDC ആണോ, NABARD ആണോ, NCCT ആണോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ NCDC മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫണ്ടാണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട് കേട്ടോ. ഓക്കെ,
അപ്പോൾ ഉത്തരമായിട്ട് വരിക ആരാണ്? NCDC ആണ്, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട്. ഒരുപാട് ഫണ്ടുകൾ അങ്ങനെ വരുന്നുണ്ട് അല്ലേ, നമ്മുടെ RBI ബന്ധപ്പെട്ട ഫണ്ടുകൾ, നബാർഡുമായി ബന്ധപ്പെട്ട ഫണ്ടുകൾ. അപ്പോൾ അതൊക്കെ ഓരോന്നും ഒന്നിനും ചോദിക്കാറുള്ളതാണ്, എല്ലാം ഓർത്തിരിക്കേണ്ടവയാണ് കേട്ടോ. നെയിം ദ ഓഡിറ്റർ ഓഫ് ദ ബുക്ക് കോപ്പറേഷൻ ഹോം ആൻഡ് അബ്രോഡ് എന്ന ബുക്ക് എഴുതിയ ഓതറിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. CR ഫേ ആണോ, KP ഭട്നാഗർ ആണോ, JP വാർബൈസ് ആണോ, VL മെഹത്തയാണോ? ഇതൊക്കെ തുടർച്ചയായിട്ട് നമ്മുടെ PYQവിൽ സ്ഥിരം കാണാറുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ് ഇതൊക്കെ. കോപ്പറേഷൻ ഹോം ആൻഡ് അബ്രോഡ് എന്നുള്ളത് CR ഫേ ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് 385ാമത്തെ ക്വസ്റ്റ്യൻ. നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷമാണ് കേട്ടോ. NCHF എന്ന് പറയും, NCHFI എന്ന് പറയും കേട്ടോ. അപ്പോൾ നാഷണൽ, അതായത് നമ്മുടെ ഹൗസിങ്ങിൻ്റെ അപ്പെക്സ് ആയി നിൽക്കുന്നത് നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ് ചോദ്യം. 1969 കേട്ടോ NCHFI തുടങ്ങിയത്. സോ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1969. അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രിൻസിപ്പിൾ ഓഫ് 1 man 1 vote വാസ് സജസ്റ്റഡ് ടു കോപ്പറേഷന് അത് സജസ്റ്റ് ചെയ്തത് ആരാണെന്നാണ്. പ്രിൻസിപ്പിൾ ഓഫ് 1 man 1 vote പ്രിൻസിപ്പിൾ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുള്ള, ഒരുപാട് റെക്കമെൻഡേഷൻസ് കൊടുത്തിട്ടുള്ള കമ്മിറ്റിയാണ്. അവർ തന്നെയാണ് ഈ 1 man 1 vote പ്രിൻസിപ്പിളും അല്ലെങ്കിൽ അതും സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആരാണ്? AM ഖുസ്രു ആണോ, റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ആണോ, VL മെഹത്തയാണോ, മെക്ലഗൻ ആണോ? ആരാണ് ഇത്തരത്തിലൊരു കൊട്ടേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭാവന കൊടുത്തിട്ടുള്ളത്? മെക്ലഗൻ കമ്മിറ്റിയാണ് അല്ലേ, മെക്ലഗൻ കമ്മിറ്റിയാണ്. അപ്പോൾ കമ്മിറ്റീസുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാറുള്ളതാണ്. ഒരുവിധം ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ കമ്മിറ്റീസും പഠിച്ചിരിക്കണം കേട്ടോ. ഇനി ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് ദ കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് കോപ്പറേറ്റീവ്സ്. കോപ്പറേറ്റീവ്സിൻ്റെ കോഡ് ഓഫ് കണ്ടക്ട് എന്നറിയപ്പെടുന്നത്, നല്ല ക്വസ്റ്റ്യനാണ് കേട്ടോ. ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് ദ കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് കോപ്പറേറ്റീവ്സ് എന്നറിയപ്പെടുന്നത് ഏതാണ്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് ആണോ, കോപ്പറേറ്റീവ് വാല്യൂസ് ആണോ, വെറും വാല്യൂസ് ആണോ, ആക്ട് ആൻഡ് ഇറ്റ്സ് അമെൻമെൻറ്റ്സ് ആണോ? എന്തിനെയാണ് ഈ ഒരു പേരിൽ അറിയപ്പെടുന്നതെന്നാണ്. അപ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസിനെ തന്നെയാണ് കേട്ടോ കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് പ്രിൻസിപ്പൽസ് എന്നറിയപ്പെടുക. കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് തന്നെയാണ് ആ ഒരു പേരിൽ അറിയപ്പെടുന്നത്. Cooperative principles are considered as code of conduct of cooperatives. They are guidelines by which cooperatives put their values into practice. These principles include ഏതൊക്കെയാണ് പ്രിൻസിപ്പൽസ് ഒന്ന് നോക്കിയിട്ട് പോവാം. വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി, VDMA ECC എന്ന കോഡോടുകൂടി നിങ്ങൾക്കത് ഓർത്ത് വയ്ക്കാവുന്നതാണ്. ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്, സോ ഒന്നും മറന്നുപോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ. കൺസ്യൂമർ സോവർണിറ്റി. കൺസ്യൂമറിൻ്റെ സോവർണിറ്റി ഏത് ക്യാരക്ടറിസ്റ്റിക്സിൽ, ഏത് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഉൾപ്പെട്ടതാണെന്നാണ്. കൺസ്യൂമർക്ക് പരമാധികാരമുള്ളത് എവിടെയാണെന്നാണ് കേട്ടോ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അത് ക്യാപിറ്റലിസത്തിലാണോ, സോഷ്യലിസത്തിലാണോ, കമ്മ്യൂണിസമാണോ, മിക്സഡ് എക്കണോമി? അപ്പോൾ നമുക്കറിയാം സോവർണിറ്റി ഉള്ളത് എവിടെ തന്നെയാണ്? ക്യാപിറ്റലിസത്തിൽ തന്നെയാണ് അല്ലേ. സോഷ്യലിസത്തിൽ സ്റ്റേറ്റിനാണ് സുപ്രീം അതോറിറ്റി വരുന്നത്. സോ എല്ലാ ഡിസിഷൻസും എടുക്കുന്നത് അവിടെ സ്റ്റേറ്റാണ്. സോ അവിടെ ഒരിക്കലും കൺസ്യൂമർ സോവർണിറ്റി വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കമ്മ്യൂണിസവും മിക്സഡ് എക്കണോമിയും ഒക്കെ വ്യത്യസ്ത ആശയങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ കൺസ്യൂമർ സോവർണിറ്റി ഈസ് ദ ക്യാരക്ടറിസ് ഓഫ് ക്യാപിറ്റലിസമാണ്. കമ്മ്യൂണിസം സോഷ്യലിസം പോലെ തന്നെ സോഷ്യലിസത്തോട് ചേർന്ന് നിൽക്കാവുന്ന ഒരു ഇതാണ്. മിക്സഡ് എക്കണോമി എന്ന് പറഞ്ഞാൽ രണ്ടും കൂടിയുള്ളതാണ്. ഓക്കെ, അപ്പോൾ കൺസ്യൂമർ സോവർണിറ്റി ഈസ് ദ ക്യാരക്ടറിസ് ഓഫ് ആരാണ്? ക്യാപിറ്റലിസത്തിൻ്റെ ഒരു പ്രധാന സവിശേഷതയായിട്ടാണ് കൺസ്യൂമർ സോവർണിറ്റി അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫേമസ് മാക്സിംസ്, അതായത് ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ്, ബെറ്റർ ലിവിങ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ആരുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ്. പോൾ എം ലെംകാർട്ടാണ്. ആ ലെംപാർട്ടിൻ്റെയൊക്കെ കൊട്ടേഷൻസ് ചോദിക്കാറുള്ളതാണ്. കാൽവർട്ടിൻ്റെ കൊട്ടേഷൻ ചോദിക്കാറുള്ളതാണ്. ഹൊറൈസ് പ്ലങ്കറ്റ്, CR ഫേയുടെ നമ്മൾ കണ്ടു. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ആരാണ്? ഹൊറൈസ് പ്ലങ്കറ്റ് ആണ് അല്ലേ. ബെറ്റർ ആയിട്ടുള്ള ആൾ ഹൊറൈസ് ആണ് അല്ലേ. ബെറ്ററായിട്ട് ഇപ്പോൾ പ്ലങ്കറ്റിനെ ബ്ലാങ്കറ്റ് അങ്ങനെ വെച്ചാൽ മതി. ബ്ലാങ്കറ്റ് ആയാൽ നമുക്ക് ബ്ലാങ്കറ്റ് പൊതിച്ചാൽ ബെറ്ററായി തോന്നും. അങ്ങനെ എങ്ങനെയും കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഫേമസ് മാക്സിംസ്, ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ്, ബെറ്റർ ലിവിങ്, ഹൊറൈസ് പ്ലങ്കറ്റ്. ഓക്കെ,
ബ്ലാങ്കറ്റ് മീൻസ് ബ്ലാങ്കറ്റ് എന്ന് ഓർക്കുക കേട്ടോ. അടുത്തത് സെലക്ട് വൺ വിച്ച് ഈസ് നോട്ട് റിലേറ്റഡ് ടു. റോക്ക്ഡെയിൽ പ്രിൻസിപ്പൽസുമായിട്ട് റിലേറ്റ് പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഡെമോക്രാറ്റിക് കൺട്രോൾ വന്നുണ്ട്, ഓപ്പൺ മെമ്പർഷിപ്പ് വന്നുണ്ട്, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് വന്നുണ്ട്, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് വന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് റോക്ക്ഡെയിൽ പൈനിയേഴ്സിൽ എന്തെല്ലാമാണ് ഉള്ളത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പിന്നെ പാട്രോണേജ് ഡിവിഡൻഡ്, അതായത് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്നറിയപ്പെടുന്നതാണ് പാട്രോണേജ് ഡിവിഡൻഡ്, ക്യാഷ് ട്രേഡിംഗ് ഉണ്ട്, പിന്നെ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേർഡ് ഗുഡ്സ് കേട്ടോ, മായമില്ലാത്ത പ്രോഡക്ട്സ് വിൽക്കാം, പ്യൂരിറ്റി ഉള്ളതും മായമില്ലാത്തതുമാണ് വിൽക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ റോക്ക്ഡെയിലിൻ്റെ പ്രിൻസിപ്പൽസായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിലില്ലാത്തത് ഏതാണ്? ഡെമോക്രാറ്റിക് കൺട്രോൾ ഉള്ളതാണ്, ഓപ്പൺ മെമ്പർഷിപ്പും ഉള്ളതാണ്, പിന്നെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ഉള്ളതാണ് കേട്ടോ. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് എന്ന് വെച്ചാൽ പാട്രോണേജ് ഡിവിഡൻഡ് പോലെ. ഓക്കെ, അപ്പോൾ ഇതിലില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് അങ്ങനെയില്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ഉണ്ട്, ഓപ്പൺ മെമ്പർഷിപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് മാർക്ക് ചെയ്യാം, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. അടുത്തത് ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്ഡ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കിയ വർഷമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് ഏതാ വർഷം? വേറെ വർഷങ്ങൾ നിങ്ങൾ കൂട്ടിക്കുഴപ്പിക്കേണ്ട. ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്ഡ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് എന്ന് വരുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരണം എന്ത്? 1793 കേട്ടോ. 1793 ഒക്കെ മൂന്നുണ്ട്. അപ്പോൾ 1793 അപ്പോൾ ആ ഒരു വർഷം ഒന്ന് ഓർത്തിരിക്കുക. ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1793. അടുത്തത് മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ഫോർ ദ ഓർഗനൈസേഷൻ ഓഫ് ഇൻഡസ്കോസ് സൊസൈറ്റികൾ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് ആണ് ചോദിച്ചിട്ടുള്ളത് ചോദ്യമായിട്ട്. 25 10 50 7 അപ്പോൾ മിനിമം ആണല്ലോ ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ തന്നെ നമുക്ക് ചെറിയ സംഖ്യ എടുക്കാവുന്നതാണ്. സോ ഇവിടെ ഉത്തരം 7 വരുന്നത് കേട്ടോ. ഓക്കെ, ഇൻഡസ്കോസ് രജിസ്റ്റർ ചെയ്യാൻ മിനിമം 7 വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ലിയോൺ വൂളൻബർഗ് ഇവിടുത്തെ എമിനൻ്റ് കോപ്പറേറ്റർ ആയിരുന്നു എന്നാണ്. ജപ്പാനിലെ ആളാണോ, അയർലൻഡിലെ ആളാണോ, ഇറ്റലിയിലത്തെ ആളാണോ, ഫ്രാൻസിലത്തെ ആളാണോ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഇറ്റലിക്കാരനാണ്. ഓക്കെ, ലിയോൺ വൂളൻബർഗ് ഇറ്റലിയിലെ പ്രധാനപ്പെട്ട ഒരു കോപ്പറേറ്റർ ആയിരുന്നു. ഓക്കെ, അടുത്തത് ആസ് പെർ റെക്കമെൻഡേഷൻ ഓഫ് നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് LTO ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണെന്നാണ് കേട്ടോ. നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് LTO ഫണ്ട്. ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷോർട്ട് ഫോം ആണത് കേട്ടോ. അപ്പോൾ ഇവിടെ ഫാമിൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്, ക്രാഫിക്കോടും കൊടുത്തിട്ടുണ്ട്, നൺ ഓഫ് ദീസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് അതായത് LTO ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണല്ലോ ചോദിച്ചിട്ടുള്ളത്. അതിൽ ഉത്തരം കൊടുത്തിട്ടില്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉത്തരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നൺ ഓഫ് ദീസ് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഉത്തരമായിട്ട് നമുക്ക് നൺ ഓഫ് ദീസ് കൊടുക്കാം. ഇവിടെ കറക്റ്റ് ഉത്തരം കൊടുത്തിട്ടില്ല. അപ്പോൾ ആരാണ് റെക്കമെൻഡ് ചെയ്തത് നമുക്ക് പഠിച്ചിട്ട് പോകാം. ദ നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് LTO ഫണ്ട് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഇവിടെ റിവ്യൂ കമ്മിറ്റീന് പകരം സർവേ കമ്മിറ്റി ആണ് വന്നതെങ്കിൽ നമുക്കത് എഴുതാമായിരുന്നു. ഇവിടെ അതല്ല വന്നത്, അതുകൊണ്ടാണ് നൺ ഓഫ് ദീസ് എടുത്തത്. സോ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് ഈ ഒരു LTO ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെക്കമെൻഡേഷൻ നടത്തിയത്. നാഷണൽ അവർ ഒരുപാട് പറയുന്നുണ്ടല്ലോ, RBIക്ക് ഫണ്ടുകൾ വേണം, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വേണം, സെൻട്രൽ ഗവൺമെൻറ്, അതുപോലെ തന്നെ ഓരോരുത്തരും സൂക്ഷിക്കേണ്ട ഫണ്ടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റെക്കമെൻഡേഷൻ ആയിരുന്നു നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഫണ്ട് കേട്ടോ, LTO. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തത് RBI ആണ് LTO ക്രിയേറ്റ് ചെയ്തത്. പിന്നെ നബാർഡ് ഫോം ചെയ്തുല്ലോ. അപ്പോൾ നബാർഡ് ഫോം ചെയ്തപ്പോൾ പിന്നെ നബാർഡിൻ്റെ പക്കലേക്ക് അത് കൊടുക്കുകയും റീനെയിം ചെയ്തിട്ടാണ് ഇപ്പോൾ ഇന്നുള്ള നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട് എന്ന പേരിലേക്ക് മാറ്റിയത്. ഓക്കെ, ലോങ് ടേം അഗ്രികൾച്ചർ ക്രെഡിറ്റ് കൊടുക്കുക, അതാണ് അവരുടെ ആ ഒരു ഫണ്ടിൻ്റെ പ്രധാന ഒരു ഉപയോഗം എന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്തത് ഹു വാസ് ദ ചെയർമാൻ ഓഫ് സ്റ്റഡി ടീം ഓൺ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻ ഇന്ത്യ വാസ് അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ 1960. ഓക്കെ,
അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ചെയർമാൻ സ്റ്റഡി ടീം ഓൺ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻ ഇന്ത്യ. കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള സ്റ്റഡി ടീമിൻ്റെ ചെയർമാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1960 കേട്ടോ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഏത് കമ്മിറ്റി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആരാണ് ഇവിടെ ചെയർമാൻ ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് SD മിശ്രയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ എന്താ ഇത് MS സ്വാമിനാഥനെ ഓടിപ്പോയി കർപ്പിക്കരുത്. MS സ്വാമിനാഥൻ ഉണ്ട്, മറ്റേ NCCTയുടെ റെക്കമെൻഡേഷനൊക്കെ MS സ്വാമിനാഥൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 1960 സ്റ്റഡി ടീം ഓൺ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോയിൻ്റ് ചെയ്തത് ആരാണ്? SD മിശ്രയാണ് കേട്ടോ. ഹു വാസ് ദ ചെയർമാൻ ഓഫ് സ്റ്റഡി ടീം ഓൺ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻ ഇന്ത്യ വാസ് അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. SD മിശ്രയാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. SD മിശ്രയാണ്. സോ അതൊന്ന് നിങ്ങൾ ഓർത്ത് പഠിക്കുക കേട്ടോ. Study team on cooperative training in India was appointed by the government of India in 1960 and SD Mishra was the chairman of this team. This team was tasked with evaluating and improving the cooperative training infrastructure and systems across the country എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തത് 396 ക്വസ്റ്റ്യനാണ്. ബേർഡ് ഈസ് എ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് പ്രൊമോട്ടഡ് ബൈ. ബേർഡിനെ ആരാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? നബാർഡാണോ, നാഫഡ് ആണോ, RBA ആണോ, SBA ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ബേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാഗേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ്. ഫുൾ ഫോം പഠിച്ചു വെക്കണം. എ പ്രീമിയർ ട്രെയിനിങ് അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. ഡാഷ് ഈസ് എ പ്രീമിയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് പ്രൊമോട്ടഡ് ബൈ നബാർഡ് അങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ അത് ബേർഡാണ് എന്ന് ഓർത്ത് വയ്ക്കണം. ബേർഡിൻ്റെ ഫുൾ ഫോം പഠിക്കണം. ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ്. വർഷവും പഠിക്കണം. 1984 നവംബർ 1984 സെറ്റപ്പ് ചെയ്ത വർഷം എല്ലാം ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ ബേർഡിൻ്റെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രീമിയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് പ്രൊമോട്ടഡ് ബൈ നബാർഡ് 1984 പഠിക്കുക. അതാണ് ബേർഡ്. പിന്നെ പ്രകാശ് ബക്ഷി കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. പ്രകാശ് ബക്ഷി കമ്മിറ്റി 2012 അപ്പോയിൻ്റ് ചെയ്യുന്നത് കേട്ടോ. 2012 ഓഗസ്റ്റിലാണ് അപ്പോയിൻമെൻറ്റ് നടക്കുന്നത്. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 2013 കേട്ടോ. പ്രകാശ് ബക്ഷി കമ്മിറ്റി ആൻഡ് എക്സ്പേർട്ട് പാനൽ ഓൺ ദ ഷോർട്ട് ടേം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ജനുവരി 23, 2013 ഓഗസ്റ്റ് 2012 RBA അപ്പോയിൻ്റ് ചെയ്യുന്നത് കേട്ടോ. സോ ഇമ്പോർട്ടൻ്റ് ആണ് പ്രകാശ് ബക്ഷി കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ഡാഷ് ഈസ് എ നാഷണൽ ലെവൽ ബോഡി റെസ്പോൺസിബിൾ ഫോർ ഓർഗനൈസിങ് പ്രോഗ്രാംസ് ഫോർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇൻ കോപ്പറേറ്റീവ് സെക്ടർ. ആരാണ് ഇതിന് വേണ്ടിയിട്ടുള്ള നാഷണൽ ലെവൽ ബോഡി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടുള്ള? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് കോപ്പറേറ്റീവ് സെക്ടേഴ്സിൽ നടപ്പിലാക്കാൻ ഉള്ള ആൾക്കാർ ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ആരാണ്? NCCT ആണ് കേട്ടോ. ഓക്കെ, NCCT ആണ്. NCCT is a national level body responsible for organizing programs for human resource development in cooperative sector. ഓക്കെ, അടുത്തത് CRCDയുടെ എക്സ്പാൻഷനാണ് ചോദിച്ചിട്ടുള്ളത്. CRCD എന്താണെന്ന്. അപ്പോൾ CRCD അതേപോലെ പഠിച്ചു വെച്ചാൽ മതി. വേറൊരു അബ്രിവിയേഷൻ പഠിക്കാൻ പോയാൽ നമുക്ക് പിന്നെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ളത് മാത്രം നോട്ട് ചെയ്ത് വെക്കുക. കറക്റ്റായിട്ടുള്ളത് കൗൺസിൽ ഫോർ റൂറൽ ആൻഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻ്റ് ആണ് കേട്ടോ. കൗൺസിൽ ഫോർ റൂറൽ ആൻഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 400ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ മെമ്പേഴ്സ് ഓഫ് ദ DJ കാർവേ കമ്മീഷൻ. DJ കാർവേ കമ്മീഷനിലുള്ള മെമ്പേഴ്സ് ടു മോഡിഫൈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് ഫോർ. ഇവിടുത്തെ ആൾക്കാരൊക്കെ ആയിരുന്നു എന്നാണ്. USA UK USSR പിന്നെ എല്ലാം കൂടി ഉണ്ട്. അത് ഏതാണെന്നാണ് കേട്ടോ. അപ്പോൾ 5 മെമ്പേഴ്സായിരുന്നു DJ കാർവേ കമ്മിറ്റിയിലുണ്ടായിരുന്നത്. USA ഉണ്ട്, UK ഉണ്ട്, USSR ഉണ്ട്. പിന്നെ ആരാ ഉള്ളത്? പിന്നെ ഇന്ത്യയിൽ നിന്നും ആൾക്കാരുണ്ട്, ജർമ്മനിയിൽ നിന്നും ആൾക്കാരുണ്ട് കേട്ടോ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ഇന്ത്യയിൽ നിന്ന് DJ കാർവേ ആളായിരുന്നു കമ്മിറ്റിയുടെ ചെയർമാൻ. ജർമ്മനിയിൽ നിന്ന് ഹാൻസ്ലർ ഉണ്ടായിരുന്നു. കൗഡൻലി USA, പിന്നെ ബോർണർ എന്ന് പറഞ്ഞാൽ UK കാരനായിരുന്നു. UKയിൽ നിന്ന് കിസ്നോവ് USSR. അപ്പോൾ ഇത്രയും പേര് കൂടിയതാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ 400 ക്വസ്റ്റ്യനായി. ഇത്രയും ഈ
ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ബാക്കി നല്ല ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.